ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. രാവിലെ തന്നെ വലിയ മഴയൊന്നുമില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ രാവിലെ നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെ മഴയൊന്നുമില്ല കേട്ടോ. എന്നാലും വെളുപ്പിന് മഴ പെയ്തതിൻ്റെ ഒരു നനവൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി കുറച്ച് തലേന്ന് വൈകുന്നേരം മുറ്റമൊക്കെ അടിച്ചിട്ട്, പക്ഷേ സൈഡിലൊക്കെ കുറച്ച് ഇവിടെ അടിച്ചു വാരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ അടിച്ചു വാരി. അവിടെ എപ്പോഴും ഇല വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയായിരുന്നു. അപ്പോൾ രാവിലെ തലേന്ന് തന്നെ മോന് മുട്ടക്കറിയും പത്തിരി മതി എന്നൊക്കെ ഓർഡർ ചെയ്തിട്ടായിരുന്നു കേട്ടോ കിടന്നുറങ്ങി. രാവിലെ അവന് നേരത്തെ പോകാൻ വേണമായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സ്കൂളിലേക്ക്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട് തന്നെ കൊടുക്കാൻ വിചാരിച്ചു. ചാറൊന്നും കഴിക്കില്ല കേട്ടോ, അച്ഛന് മുട്ടയുടെ വെള്ളം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതാ പോകാൻ വേണ്ടിയിട്ട് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ അതാ മൂത്തവന് ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ചെറുതിനും അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ രണ്ട് പരിപാടിയായിരിക്കും. അപ്പോൾ അവന് വൈറ്റ് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഡ്രസ്സ് തിരിച്ചിട്ട് വൈറ്റ് പോലെയൊക്കെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫ്ലാഗ് വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ രണ്ട് പേർക്കും ഒരു ഫ്ലാഗ് കൊടുത്തേ, അതും സെയിം വലിപ്പത്തിൽ ഒരേപോലെയുള്ളതാണ് കൊടുത്തത്, അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും കൂടി അടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ചിമ്പുവിന് ഫ്ലാഗ് കിട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. അതിപ്പോൾ അതിങ്ങനെ പൊക്കി പിടിച്ച് തന്നെയാണ് കേട്ടോ, താത്തതൊന്നുമില്ല, പോയി പൊക്കി പിടിച്ച് ജയ് ജയ് വിളിച്ചൊക്കെ നടപ്പാണ് കേട്ടോ. ചിമ്പുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഫ്ലാഗ് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ പൊക്കി പിടിച്ച് തന്നെയാണ്, അതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയ അറിയത്തില്ല, വേണ്ടില്ല, പൊക്കി പിടിച്ച് തന്നെയാണ് കേട്ടോ ആശ നടക്കുന്നത്. താഴെ വെക്കുന്നേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ജേവിളിയായിരുന്നേ. അപ്പോൾ അതിന് ശേഷം ഒരു സ്കൂളിലേക്ക് പോയി അപ്പോൾ ഏട്ടനായിരുന്നു, ഏട്ടൻ ലീവായതുകൊണ്ട് ഏട്ടനാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ചിമ്പു. അപ്പോൾ ഏട്ടൻ വടിയും കൊണ്ട് പോയതിൻ്റെ സങ്കടത്തിലാണ്. അപ്പോൾ അതിന് ശേഷം വഴക്ക് മാറ്റാനായിട്ട് ഞാൻ വണ്ടിയിൽ ഫ്ലാഗൊക്കെ കുത്തിക്കൊടുത്ത്, അപ്പോൾ അതിനകത്തൊക്കെ കളിപ്പിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ എന്നാലും വീണ്ടും അച്ഛനെയും അമ്പുവിനെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത വീട്ടിലേക്കൊക്കെ ഓടിപ്പോക്കും അങ്ങനെയൊക്കെ. അവർ വരുന്ന വരെ ചിമ്പു മുറ്റത്ത് തന്നെയായിരുന്നു, മുറ്റത്തുനിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ വീണ്ടും വരെ ചോദിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ അവൻ്റെ കൂടെ നടക്കുന്നതിനിടയ്ക്കാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടില്ലേ, നമ്മൾ വാഴയുടെ ചുവട്ടിൽ വെച്ചൊരു മടലയിൽ കൂണ് വളർന്ന് നിൽക്കുന്നതാണ്. നല്ല കൂണല്ലെങ്കിൽ എന്തോ സൈഡിൽ കൂടെ ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അമ്പാടിയുടെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അമ്പാടിയും ഏട്ടനും പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഇതിലും കുറച്ചുകൂടെ കൂടുതൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ലീവൊക്കെ ആയതുകൊണ്ട് ഇവരെ കൂടുതലൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ കുറച്ച് അത്രയ്ക്ക് പ്രോഗ്രാമുകളൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചിട്ട്. പിന്നെ ഇത് അവർക്ക് ബലൂണുകളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ, പല കളറിലുള്ള. അപ്പോൾ ബോയ്സ് കുറവാണ്. ബോയ്സിൽ ഇവർക്ക് ഗ്രീൻ ബലൂണൊക്കെ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം പഠിച്ചുകൊണ്ട് ചെല്ലാണ്ടായിരുന്നു കേട്ടോ, സ്പീച്ചോ സോങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ മോനെ സ്പീച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവന് അധികമൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ച് സ്പീച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ഡ്രോയിങ് മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലാഗ് വരച്ച് കഴിഞ്ഞ വർഷമൊക്കെ വരച്ച് കളർ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ടൈമില്ലാത്തതുകൊണ്ടും അന്ന് തന്നെ പ്രോഗ്രാം നടത്തിയതുകൊണ്ടും അവർക്ക് പിക്ചർ കൊടുത്തിട്ട് അതിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കളറിങ് എന്ന് പറയുന്ന സംഭവം ആശാന് വലിയ ഇഷ്ടമൊന്നുള്ള പരിപാടിയല്ല കേട്ടോ. ഭയങ്കര കളർ അടിക്കുമ്പോൾ അവന് ഭയങ്കര സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം പുറത്തൊക്കെ ആയിരിക്കും കേട്ടോ പോകുക. എന്നാലും കളറൊക്കെ ഫുൾ അടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇത് അവർക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചവർക്കൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് ടീച്ചർ പെൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്പീച്ച് പറഞ്ഞതിൻ്റെ വകയായിട്ട് ഒരു പെൻസിൽ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം അവർക്ക് സ്വീറ്റ്സൊക്കെ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ചിമ്പു ഇപ്പോഴും അവരെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. വന്ന റോഡിലെത്തി. അപ്പോഴേക്കും ഏട്ടനും അമ്പുവാടിയും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വഴിക്കുന്ന തന്നെ അവരെ കണ്ടപ്പോഴത്തേക്കും ചിമ്പു ചാടി വണ്ടിയിൽ കയറി കേട്ടോ. അപ്പോൾ ചിമ്പുവിന് ഭയങ്കര സന്തോഷമായി. എത്രയും നേരം അവരെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് അവരെയും കൊണ്ട് കുറച്ച് ദൂരമുള്ളല്ലോ, അപ്പോൾ വരച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്കുള്ള ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്കുള്ള ഇറക്കത്തിൽ നിന്ന് അവരെ വെച്ച് റിസ്ക് ആവും പിടിച്ചൊന്നും ഇരിക്കാത്തത് കൊണ്ട് മക്കളെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. മക്കളെ ഇറക്കിയതിന് ശേഷമാണ് ഏട്ടൻ വീട്ടിലേക്കുള്ള ആ ഇറക്കം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം എങ്ങോട്ടാണ് ഒരുങ്ങി നിൽക്കുന്നതല്ലേ. അപ്പോൾ നമുക്കൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ തിരുവമ്പാടി വരെ പോയതായിരുന്നു കേട്ടോ. തിരുവമ്പാടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അമ്പാടിക്ക് ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട് സ്കൂളിൽ.
അപ്പോൾ അതിനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ചിമ്പുവിൻ്റെ സ്ഥിരം പരിപാടിയാണ്, ഇങ്ങനെ നിൽപ്പാണ് കേട്ടോ ചിമ്പുവിൻ്റെ പരിപാടി. അപ്പോൾ ഇങ്ങനെ നിന്ന് കാഴ്ച കാണുക, വണ്ടിയിൽ കയറി ഇപ്പോഴും ഇങ്ങനെ നിന്നാണ് കേട്ടോ കാഴ്ച കാണുക. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ അവിടെ തിരുവമ്പാടിയിൽ എത്തിയിട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയ ശേഷം ടെക്സ്റ്റൈൽസിലേക്ക് കയറി. അപ്പോൾ ഓണമൊക്കെ ആവാനായതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല അലങ്കരിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കയറുന്നിടത്ത് തന്നെ കഥകളിയും മാവേലിയുടെയും ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സൂര്യ ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ പോയത്. ഇപ്പോൾ ഇതാ അവിടെ ചെന്ന് അമ്പാടിക്കൊരു ജുബ്ബ എടുക്കാൻ, അതായത് കുർത്ത, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് പോയത്. അപ്പോൾ നമുക്ക് ഈ വർഷം ഓണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ വലിയൊരു പർച്ചേസ് നടത്തിയില്ല കേട്ടോ. അവന് മക്കൾക്ക് 2 ഡ്രസ്സ് എടുത്തു. പിന്നെ ഇതാ അവിടെ മാവേലിനെയൊക്കെ അലങ്കരിച്ച് അവിടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. അപ്പോൾ അതിന് ശേഷം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആദ്യം സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒന്നിച്ച് കുറേ സാധനങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ വാങ്ങാറ്. അപ്പോൾ അതങ്ങനെ അവിടെ എത്തി. അപ്പോൾ അവിടെയും ഓണത്തിൻ്റെ കുറേ ഡെക്കറേഷൻസും മാലകൾ തൂക്കിയിട്ട് മാവേലീൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപാട് മക്കളും ഞങ്ങളെല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി. കുറച്ച് സമയമായപ്പോഴത്തേക്കും ചിമ്പുവിന് ബോറടിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പുറത്തിറങ്ങി നിൽക്കുകയാണ്. പുറത്തിറങ്ങി ഞാൻ മാവേലീനെയൊക്കെ കാണിച്ച് പിന്നെ മിഠായിയൊക്കെ വാങ്ങിയതെല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ആയിട്ടും ബില്ലിങ്ങിന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൂൾ ബാറിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് പോരാനുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് പോരുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ പോരുന്ന വഴിക്ക് എൻ്റെ വീട്ടിലേക്ക് ആണ് കേട്ടോ നേരെ പോയത്. അപ്പോഴത്തേക്കും സന്ധ്യ ആയിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിലും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് ഉടനെ മക്കളൊക്കെ കളിയായിരുന്നു കേട്ടോ. അപ്പം അവിടെ അമ്മമ്മയും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ഒക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് തിരിച്ച് പോന്നു കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായേ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയൊക്കെ ടാറ്റാ ബൈ.